എഗ് സാലന തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വെജിറ്റബിൾ ഓയിൽ ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഏതെണ്ണയാണോ നിങ്ങൾ കുക്കിങ്ങിന് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് തന്നെ ഉപയോഗിക്കാം. ഇനി ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഹോൾ സ്പൈസസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ബേ ലീഫ്, ഇതുപോലെ ഒരു കഷ്ണം കറുകപ്പട്ട, 2 ഏലക്കായ, 3 ഗ്രാമ്പു, ഇത് നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പെരിഞ്ജീരകം അല്ലെങ്കിൽ ഫെനൽ സീഡ്സ് ആണ്. ഇത് 1 ടീസ്പൂൺ അളവിലാണ് ഞാൻ ചേർക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഹോൾ സ്പൈസസിൻ്റെ ഫ്ലേവേഴ്സ് ഒക്കെ എണ്ണയിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വന്നോട്ടെ. ഒരുപാട് സമയം ഇളക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ നീളത്തിൽ മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 3 പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇപ്പൊ കണ്ടോ സവോള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 6-7 വെളുത്തുള്ളിയും 1 മീഡിയം സൈസിലുള്ള ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതാണ്. ഇനി ഇതെല്ലാം കൂടി ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡായിട്ട് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവോള നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നാളികേരത്തിന്റെ ഒരു പേസ്റ്റ് തയ്യാറാക്കണം. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ നാളികേരക്കൊത്തന്നെ എടുത്തിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ 1/2 കപ്പ് അളവിൽ നാളികേരം ചിരുകിയതാണെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നാളികേരക്കൊത്ത് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 10-12 കാഷ്യൂനട്ട് അല്ലെങ്കിൽ കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 ഏലക്കായ എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കണം. അതുപോലെ 2 ഗ്രാമ്പു, ഒരു ഇതുപോലെ ചെറിയ കഷ്ണം കറുകപ്പട്ട കൂടി ഇട്ട് കൊടുക്കാം. കറുകപ്പട്ട ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അരഞ്ഞു വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം, അതായത് ഫെനൽ സീഡ്സ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പോപ്പി സീഡ്സ് അല്ലെങ്കിൽ കസ്കസ് എന്നൊക്കെ പറയില്ലേ, കശകശ എന്നൊക്കെ പറയും മലയാളത്തിൽ, വെളുത്ത കസ്കസ് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവമാണ് 1 ടീസ്പൂൺ അളവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ മുഴുവനോട് കൂടിയ കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിട്ടുപോയതാണ്. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അങ്ങോട്ട് അരച്ചെടുക്കാം. ഇപ്പൊ കണ്ടോ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ ഇത് മതി. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അതുപോലെ ഒരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ച് തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഞാൻ 3 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നിന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഇപ്പം ഈ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പം തക്കാളി ഉണ്ടെന്നുണ്ടെങ്കിൽ തക്കാളി കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തക്കാളി മിക്സിയിൽ അരച്ചിട്ട് ടൊമാറ്റോ പ്യൂരി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ടൊമാറ്റോ പ്യൂരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ടൊമാറ്റോ ഇല്ല. അപ്പോൾ ടൊമാറ്റോ പ്യൂരി നമ്മുടെ അതായത് ടേസ്റ്റിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ തക്കാളിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ 2 മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്താൽ മതിയാവും. ഞാനിപ്പോൾ ആവശ്യത്തിന് ടൊമാറ്റോ പ്യൂരി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴന്ന് വന്നോട്ടെ. ടൊമാറ്റോ പ്യൂരി ആണെങ്കിൽ ഒരു 1/2 കപ്പൊക്കെ മതിയാവും കേട്ടോ. ആവശ്യത്തിന് തന്നെ മതി. ഇപ്പോൾ ടൊമാറ്റോ പ്യൂരി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് മാഷായിട്ട് വരണം കേട്ടോ. അതിനുശേഷം മാത്രം ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ പ്യൂരി അതായത് തക്കാളി നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് അങ്ങനെയാണ് ചേർക്കണമെന്നുണ്ടെങ്കിലും അത് നന്നായിട്ട് വറ്റി, അതായത് വെള്ളമൊക്കെ വറ്റി ഇതുപോലെ കുക്കായിട്ട് ഡ്രൈ ആയിട്ട് തന്നെ വരണം. അപ്പോഴായിരിക്കും കറി നന്നായിട്ട് വരാം. ഇപ്പോൾ കണ്ടോ ഒന്ന് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചെടുത്ത ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, നാളികേരത്തിൻ്റെ പേസ്റ്റ്, അത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പേസ്റ്റ് നമുക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടല്ലേ ഇരിക്കണത്. അപ്പോൾ വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. കുറച്ചൊരു ലൂസായിട്ട് ഇരിക്കണം കേട്ടോ.
നമ്മളിനി മുട്ടയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചൊക്കെ എടുക്കും. അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി വന്നാൽ മതി. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്കിതിലേക്ക്. 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെയൊക്കെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലിപ്പോൾ ഉപ്പ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത്. ഇതിലിപ്പോൾ ഉപ്പ് പെർഫെക്റ്റ് ആണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. ഇപ്പം കണ്ടോ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഗ്രേവി കണ്ടില്ലേ, നല്ല റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം തിക്കായിട്ടാണ് കേട്ടോ ഇതിരിക്കുന്നത്, ഒരുപാട് ലൂസല്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കുറച്ചും കൂടി ലൂസാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഇതിലേക്ക് 6 മുട്ടയാണ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നത്. മുട്ട നമുക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. നമുക്കിപ്പോൾ എത്ര മുട്ട വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതായത് മുട്ട വെന്ത് വരണവരൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അടച്ചു വെച്ചതിന് ശേഷം ഞാനിതൊരു 10-12 മിനിറ്റ് ആണ് കേട്ടോ വേവിച്ചെടുക്കണത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുക്കായിട്ട് വന്നോട്ടെ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറന്നു നോക്കിയാലോ. ഇതാ മുട്ടയൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, മുട്ടയിൽ ഈ ഒരു മസാലയും എരിവും ഉപ്പും എല്ലാം നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇളക്കാതെ ഇതുപോലെ ഇളക്കി കൊടുക്കാട്ടെ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോവും. അത് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് അവസാനം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം മതി കേട്ടോ മല്ലിയില. കറിവേപ്പില ആണെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതുള്ളൂ. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മുട്ട നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും നന്നായിട്ട് തന്നെ ഈ ഒരു എന്താ പറയുക മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരും. ഇതിപ്പോൾ ഞാൻ ഒരുപാട് ഗ്രേവി ആക്കിയിട്ട് എടുത്തിട്ടില്ല, ഇതുപോലൊരു തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എഗ് സാൽന റെഡി ആയിട്ടുണ്ട്. ഇത് പറോട്ടയുടെ കൂടെ അതുപോലെ ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ ആണെങ്കിലും അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക, ശരിക്കും നല്ല അടിപൊളി തന്നെയാണ്. ഞാനിപ്പോൾ ഒന്ന് വീറ്റ് പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ് സാൽന തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വീറ്റ് പൊറോട്ട ഏത് പൊറോട്ടയുടെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.